ശ്രീനിവാസന്റെ മൃതദേഹം വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ആളുകൾ വന്നു പോവുകയാണ്. ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മകൻ ധ്യാൻ ശ്രീനിവാസൻ അടക്കമുള്ളവർ തൊട്ടടുത്തുണ്ട്. അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി അവിടെ എത്തും. അതിനുശേഷം ടൗൺ ഹാളിലേക്ക് പൊതുദർശനത്തിന് വേണ്ടി മൃതദേഹം മാറ്റും. തുടർന്ന് പൊതുദർശനത്തിന് ശേഷം വീണ്ടും തിരികെ വീട്ടിലേക്ക് നാളെ സംസ്കാരം വീട്ടുവളപ്പിൽ തന്നെ നടക്കും. ഇതാണ് ഇതുവരെയുള്ള ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. നിരവധി ആളുകൾ വന്നു പോകുന്നു. പ്രമുഖരായ വ്യക്തികൾ, മുഖ്യമന്ത്രിയാവട്ടെ, പ്രതിപക്ഷ നേതാവാവട്ടെ, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരാവട്ടെ, ശ്രീനിവാസൻ്റെ സഹപ്രവർത്തകരാവട്ടെ, ഇവരൊക്കെ അദ്ദേഹത്തെ അനുസ്മരിക്കുകയാണ്. അങ്ങനെയാണ് ശ്രീനിവാസന് മലയാളം വിട നൽകിക്കൊണ്ടിരിക്കുന്നത്. കെ പി അഭിലാഷ് തുടരുന്നുണ്ട്. അഭിലാഷ്, ശ്രീനിവാസൻ സിനിമകളുടെ കാലിക പ്രസക്തി തർക്കമില്ല കാര്യത്തിൽ. സമീപകാലത്തുണ്ടാകുന്ന രണ്ട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. ഒന്ന്, തോൽവിയെ ന്യായീകരിക്കാൻ പെടുന്ന പാട് സന്ദേശം സിനിമയിലെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് കാട്ടിയിട്ടുണ്ട്. സമീപകാലത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയും ഇടതുമുന്നണിയിലെ അഭിപ്രായ പ്രകടനങ്ങളുമായി ചേർത്ത് വയ്ക്കാം. മറ്റൊന്ന്, പൊന്മുട്ടയിട്ടുന്ന താറാവുന്ന സിനിമയിലെ ചെമ്പിൽ സ്വർണം പൂശിയ തട്ടാൻ്റെ കഥയാണ്. ഈ കഥയ്ക്കും കാലിക പ്രസക്തി ഏറെയുണ്ട്. ശ്രീനിവാസൻ സിനിമകൾ സംവദിക്കപ്പെടുന്നത് പല തലങ്ങളിലൂടെ, പല ധ്രുവങ്ങളിലൂടെയാണ്. 5 പതിറ്റാണ്ട് നീണ്ട സിനിമാ ജീവിതത്തിന് തിരശ്ശീല വീഴുമ്പോൾ ശ്രീനിവാസൻ എന്ന നടൻ അടയാളപ്പെടുത്തുന്നത്, ശ്രീനിവാസൻ എന്ന തിരക്കഥാകൃത്തും സംവിധായകനും നൽകിയിട്ടുള്ള സന്ദേശം ഇപ്പോഴും ചർച്ചയാകുമ്പോൾ സിനിമാ മേഖലയിൽ ഉള്ളവർ ഒരുപോലെ വിലയിരുത്തുന്നത് സിനിമാ മേഖലയിലെ ജീനിയസിനെ മലയാള സിനിമയ്ക്ക് നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ശ്രീനിവാസൻ്റെ സിനിമകളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം നടത്തുമ്പോൾ അദ്ദേഹം എങ്ങനെയായിരുന്നു സിനിമാ മേഖലയിലെ ജീനിയസായി മാറിയത്, കാലത്തിന് മുന്നേ സഞ്ചരിച്ച ആൾ ആയി മാറിയത് എന്നത് നമുക്ക് വ്യക്തമാകും. അദ്ദേഹം തന്നെ സംവിധാനം ചെയ്തിട്ടുള്ള 2 ചിത്രങ്ങൾ, ആ ചിത്രങ്ങളിൽ ഒന്ന് വടക്കുനോക്കി യന്ത്രം ആണ്, മറ്റൊന്ന് ചിന്താവിഷ്ടയായ ശ്യാമളയാണ്. അതേസമയം തന്നെ സന്ദേശം പോലെയുള്ള സിനിമകളുടേത് ഉൾപ്പെടെ അണിയറ പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജീവമായിരുന്നു. കഥ, തിരക്കഥ ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട പ്രമേയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് ആണ് അദ്ദേഹം സിനിമകൾ രചിച്ചത് എന്നത് തന്നെയാണ്. ആ കാലഘട്ടത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം നടത്തുമ്പോൾ ഏറെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് കൂടിയായിരുന്നു അദ്ദേഹം സിനിമാ ഇൻഡസ്ട്രിയിലെ ഒരു ജീനിയസായി മാറിയത് എന്നതും ആ സിനിമകളെ അവതരിപ്പിച്ചത് എന്നതും എടുത്തു പറയേണ്ടതാണ്. അവിടെ നേരത്തെയും സൂചിപ്പിക്കപ്പെടുന്ന സന്ദേശം എന്ന സിനിമ, ആ സിനിമ ഇപ്പോഴും കാലിക പ്രസക്തിയോടുകൂടി നിലനിൽക്കുന്നു. അതിലെ സംഭാഷണങ്ങൾ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം കൂടിയാണ് ഉണ്ടാകുന്നത്. ഓരോ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും ആ സിനിമയെ പ്രതിപാദിച്ചുകൊണ്ട് മാത്രമേ മലയാളികൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം സൂചിപ്പിച്ച സിനിമ തന്നെ പൊന്മുട്ടയിടുന്ന താറാവ്, അതുമായി ബന്ധപ്പെട്ട പ്രമേയം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും ഒക്കെയായി ബന്ധപ്പെട്ട് ചേർത്ത് വെച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവിടെയും ശ്രീനിവാസൻ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മറ്റൊരു രീതിയിൽ എത്ര മനോഹരമായി വർഷങ്ങൾക്ക് മുമ്പ് അവതരിപ്പിച്ചു എന്ന് പറയുമ്പോഴും നമ്മൾ ഓർത്തെടുക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ശ്രീനിവാസൻ പ്രമേയമാക്കിയിട്ടുള്ള സിനിമകൾക്ക് അതിൻ്റെ കേന്ദ്ര കഥാപാത്രങ്ങളുടെ സ്വഭാവം എന്നത് സാധാരണ അന്നത്തെ സിനിമാ സങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു എന്നത് കൂടിയാണ്. ഇത്തരം സിനിമ പുറത്തിറങ്ങുമ്പോൾ അല്ലെങ്കിൽ സിനിമ അവതരിപ്പിക്കപ്പെടുമ്പോൾ അതിൽ കഥാപാത്രങ്ങളായി വരാൻ എത്രത്തോളം അന്ന് സിനിമയിൽ മുൻനിരയിൽ നിന്ന താരങ്ങൾക്ക് സാധിക്കുമായിരുന്നു എന്ന സംശയം കൂടിയുണ്ട്. അവിടെയാണ് പൊന്മുട്ടയിടുന്ന താറാവിലെ തട്ടാൻ എന്ന കഥാപാത്രത്തെ ശ്രീനിവാസന് തന്നെ അവതരിപ്പിക്കേണ്ടതായി വരുന്നത്. അങ്ങനെ ഒരു കഥാപാത്രം, അതായത് പരിഹാസ്യനായി പോകുന്ന, തിരിച്ചടികൾ നേരിടുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ അന്ന് നായകർ തയ്യാറാകുമായിരുന്നു എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതിനപ്പുറത്ത് വടക്കുനോക്കി യന്ത്രം എന്ന ചിത്രത്തിലെ അപകർഷതാബോധമുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ അന്നത്തെ നായക സങ്കല്പത്തിന് വിരുദ്ധമായിരുന്നു എന്നതുകൊണ്ട് തന്നെ താരങ്ങൾ തയ്യാറാകുമായിരുന്നോ എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ മറ്റൊരു സിനിമയാണ് ചിന്താവിഷ്ടയായ ശ്യാമള. അവിടെയും ഉത്തരവാദിത്വ ബോധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു നായകനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ഇന്ന് ഇത്തരം കഥാപാത്രങ്ങളൊക്കെ ചെയ്യാൻ ഏതൊരു മുൻനിര താരത്തിനും മടിയുണ്ടാകില്ല. ഇപ്പോൾ പല നായക വേഷത്തിലും എത്തിയ താരങ്ങളൊക്കെ വില്ലൻ വേഷങ്ങൾ ചെയ്യുന്ന, നെഗറ്റീവ് ക്യാരക്ടറുകൾ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ ശ്രീനിവാസൻ ഈ കഥ പറഞ്ഞു വെക്കുമ്പോഴൊന്നും ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ മുഖ്യധാരയിൽപ്പെട്ട താരങ്ങളൊന്നും തന്നെ തയ്യാറാകുമായിരുന്നില്ല എന്നതാണ്. അതോടൊപ്പം തന്നെ
ഈ സന്ദേശം പോലെയുള്ള സിനിമകളൊക്കെ ഇന്നിറങ്ങിയാലത്തെ ഒരു സാഹചര്യം കൂടിയുണ്ട്. നമുക്കറിയാം ഈ ശബരിമലയുമായി തന്നെ ബന്ധപ്പെട്ട വിഷയത്തെ താരതമ്യം ചെയ്യുമ്പോൾ പാരഡി ഗാനം പോലും വിലക്കുന്ന, അതല്ല എങ്കിൽ അതിനെതിരെ നിയമ നടപടികളിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിൽ ആണ് സന്ദേശം പോലെയുള്ള സിനിമ എത്ര വലിയ വിമർശനം, രാഷ്ട്രീയ വിമർശനമാണ് ഉന്നയിക്കുന്നത്. അപ്പോൾ ഇതിനെ എല്ലാം തിരശീലയ്ക്ക് മുന്നിലേക്ക് എത്തിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ആസ്വാദികരമാക്കുമ്പോൾ ഏറെ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു പോയ ഒരു പ്രമേയമായിരുന്നു ഉദയനാണ് താരം എന്നത്. ആ സിനിമാ മേഖലയിലെ തന്നെ താരങ്ങളുടെ ഒരു അപ്രമാദിത്വവും അവർ സിനിമയെ എങ്ങനെയാണ് ഒരു ഏകാധിപത്യ സ്വഭാവത്തോടു കൂടി നോക്കിക്കാണുന്നത്, സിനിമയുടെ പ്രമേയത്തിൽ എങ്ങനെ കൈകടത്തുന്നു, സിനിമയിലെ രംഗങ്ങളിൽ എങ്ങനെ മാറ്റം വരുത്തുന്നു, ഇതൊക്കെ ആ സിനിമയിൽ പറഞ്ഞു പോകുമ്പോൾ അത് മുഖ്യധാര നേതൃത്വത്തിൽ നിൽക്കുന്ന താരങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു സിനിമയാണ് എന്ന വിമർശനം നിലനിന്നിരുന്നു. അവിടെ അതേ ഇൻഡസ്ട്രിയിൽ തന്നെ പെട്ട വളരെ പ്രധാനപ്പെട്ട നായകനായിട്ടുള്ള മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ടാണ് ശ്രീനിവാസൻ അവതരിപ്പിച്ചത്. ഈ ചിത്രങ്ങളൊക്കെ പരിശോധിക്കുമ്പോഴാണ് ശ്രീനിവാസൻ എന്ന ജീനിയസ് എങ്ങനെയാണ് കഥകൾ അല്ലെങ്കിൽ പ്രമേയങ്ങൾ കാലത്തിനു മുന്നേ പറഞ്ഞു വെച്ചത്, അത് എത്രത്തോളം വെല്ലുവിളികൾ നിറഞ്ഞാണ് അവതരിപ്പിച്ചത്. ഒപ്പം പ്രധാന താരങ്ങൾ പോലും ചെയ്യാൻ മടിച്ച ക്യാരക്ടറുകൾ ഏറ്റെടുത്തുകൊണ്ട് അതിനെ ജനപ്രിയമാക്കി മാറ്റുകയും വൻ വിജയങ്ങളാക്കി മാറ്റുകയും ചെയ്തത് എങ്ങനെയാണ് എന്ന് പ്രേക്ഷകന് അത് അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുന്നതിൽ ശ്രീനിവാസൻ വിജയിച്ചു എന്നുള്ളിടത്താണ് എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന ഈ ശ്രീനിവാസൻ എത്രത്തോളം ജീനിയസായി തന്നെയാണ് മലയാള സിനിമയിൽ പ്രവർത്തിച്ചത് എന്നത് ഓരോരുത്തർക്കും ബോധ്യമാകുന്നത്. സജിത്ത്, ശ്രീനിവാസൻ ഓർമ്മയാവുന്നു. ഓർത്തെടുക്കുമ്പോൾ ശ്രീനിവാസൻ സിനിമകൾ കടന്നു പോകുന്ന പങ്കുവയ്ക്കപ്പെട്ട പശ്ചാത്തലം. ശ്രീനിവാസൻ്റെ വാക്കുകൾ പറഞ്ഞാൽ അദ്ദേഹം ഒരുപക്ഷെ കാലിക രാഷ്ട്രീയം എപ്പോഴും രാഷ്ട്രീയക്കാർ, രാഷ്ട്രീയ വിഷയങ്ങൾ, ഇതൊക്കെ ശ്രീനിവാസൻ്റെ സിനിമയിലെ പ്രധാന പ്രമേയ വിഷയങ്ങളാണ്. ഏറ്റവും അധികം തമാശ, കോമഡി നടക്കുന്നത് രാഷ്ട്രീയത്തിലാണ് എന്നതാണ് ശ്രീനിവാസൻ്റെ കാഴ്ചപ്പാട്. അദ്ദേഹം അത് പലപ്പോഴും പങ്കുവച്ചിട്ടുമുണ്ട്. പക്ഷേ ഇത് രാഷ്ട്രീയക്കാർ പലപ്പോഴും തിരിച്ചറിയുന്നില്ല എന്നിടത്താണ് അത് പ്രസക്തമാവുന്നത്. അതുകൊണ്ടാണ് സിനിമയിൽ അത് പങ്കുവയ്ക്കപ്പെടുമ്പോൾ വലിയ സ്വീകാര്യത ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന കാര്യം. ജനങ്ങൾക്കിത് കോമഡി ആയിട്ട് തോന്നുമെങ്കിലും രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് പലപ്പോഴും അത് തോന്നാറില്ല. ശ്രീനിവാസൻ വിമർശിക്കപ്പെടുമ്പോൾ പലപ്പോഴും പങ്കുവയ്ക്കപ്പെടുന്ന ഒരു കാര്യം, അല്പം അതിശയോക്തി കലർത്തിയാണ് ശ്രീനിവാസൻ കഥ പറയുന്നത് എന്നതാണ്. വരവേൽപ്പ് സിനിമയുടെ പ്രമേയം പോലും അത്തരം അതിശയോക്തിയാണ് എന്ന് ആ സിനിമ ഇറങ്ങിയ സമയത്ത് വിമർശന വിധേയമായി പറഞ്ഞ ചിലരെങ്കിലും ഉണ്ടായിരുന്നു എന്ന് ശ്രീനിവാസൻ പറയുന്നു. പക്ഷേ ഇന്ന് നോക്കുക, അത് ഒട്ടുമേ അതിശയോക്തിയില്ലെന്നും എത്രമേൽ പ്രസക്തമാണ് അതിലെ പ്രമേയമെന്നും ബോധ്യപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ശ്രീനിവാസൻ സിനിമ പങ്കുവെച്ചപ്പെടുന്ന കാലം. സമൂഹവുമായി നേരിട്ട് സംവദിക്കാൻ കഴിയുന്ന വിഷയങ്ങൾ സമൂഹത്തിൽ അവരുടെ അതേ ഭാഷയിൽ പങ്കുവയ്ക്കപ്പെടുന്നു എന്നിടത്താണ് കൂടിയാണ് ശ്രീനിവാസൻ സിനിമകളുടെ പ്രത്യേകത കൂടി ഉണ്ടാവുന്നത്. സമീപകാലത്ത് അദ്ദേഹത്തിൻ്റെ സിനിമകൾ, കഴിഞ്ഞ ദിവസം സന്ദേശം സിനിമയുടെ പ്രമേയവും ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിലൊക്കെ സന്ദേശം സിനിമയിലെ കഥാപാത്രങ്ങളുടെ സംസാര രീതി, അതിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഇങ്ങനെ രണ്ട് തലങ്ങളിലുള്ള നേതൃത്വങ്ങളെയും അന്നത്തെ സാഹചര്യങ്ങളെയുമാണ് അടയാളപ്പെടുത്തുന്നത്. രണ്ടുപേർക്കും കൃത്യമായ കുറുക്കിക്കൊള്ളുന്ന വിമർശനമുണ്ട്. അതിൽ ശങ്കരാടി എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് പങ്കുവയ്ക്കുന്ന അഭിപ്രായ പ്രകടനങ്ങൾക്ക് സമീപകാല